ജോർജ് സാറായി അഭിനയിച്ച പ്രകാശ് ശർമ്മേനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പരസ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരസ്യത്തിലൂടെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് പഗ്. പക്ഷെ ലോകമെമ്പാടും ഈ ബ്രീഡിനെ വേഴ്സ്റ്റ് ബ്രീഡ് ടു ബി ഓൺഡ് എന്നാണ് പറയണത്. ചൈനീസ് ഫെങ്ഷുയി പ്രകാരം പോസിറ്റിവിറ്റിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മളെപ്പോഴും പഗ്ഗിനെ കാണാറ്. പിന്നെ പഗ്സിനെ ഓൺ ചെയ്തവർക്കറിയാം നല്ലൊരു ഫാമിലി അപ്പാർട്ട്മെന്റ് ഡോഗ് ആണ്, ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ കൂടിയാണ് ഈ ബ്രീഡ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനൊരു വേഴ്സ്റ്റ് ഡോഗ് ബ്രീഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ അത് പഗ്ഗിന്റെ പ്രശ്നം കൊണ്ടല്ല, ഇതിന് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി ഇന്നത്തെ രൂപത്തിലെത്തിച്ച മനുഷ്യരുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും പഗ് ബ്രീഡിംഗ് ബാൻ ചെയ്തതെന്നും അഡ്വർടൈസ്മെന്റ്, ഹോർഡിങ്സ്, ഈ ബ്രീഡിന്റെ പബ്ലിസിറ്റി കൂട്ടുന്നതായിട്ടുള്ള എല്ലാതും തന്നെ ബാൻ ചെയ്യാൻ പറയുന്നതെന്ന് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ബ്രീഡുകളിൽ ഒന്നാണ് പഗ്. പഗിന്റെ ഒറിജിൻ ചൈനയാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു പ്രൈസ് പൊസിഷനായിട്ട് ചൈനക്കാർ കൺസിഡർ ചെയ്തിരുന്ന ഒരു ബ്രീഡാണ് പഗ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മൂക്ക് ചപ്പിയ കുഞ്ഞു ശരീരമുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഈ ബ്രീഡിനെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ബ്രീഡ് ചെയ്യാനും തുടങ്ങിയിരുന്നു. പ്യോർ ബ്രീഡ്സിനെ മാത്രം സുപ്പീരിയർ ആയി കണ്ടിരുന്നതുകൊണ്ട് തന്നെ ഇവരില് പല ഡീഫോമിറ്റീസും കുമിഞ്ഞുകൂടാൻ കാരണമായി. പ്രകൃതിയിൽ നിന്ന് നാച്ചുറൽ സെലക്ഷൻ വഴി നൂറ്റാണ്ടുകളായിട്ട് സെലക്ട് ചെയ്തു വന്ന ഗ്രേ വൂൾഫിനോട് 90% സിമിലാരിറ്റി ഉണ്ടെങ്കിലും പഗ് ഇന്നത്തെ രൂപത്തിലായി. ഈ പ്യോർ ബ്രീഡിങ്ങിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശരിക്കും ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ നോക്കിയാൽ മതി. കുടുംബത്തിൽ നിന്ന് അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പല രാജകുടുംബങ്ങളിലും ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളായിരുന്നു. യൂറോപ്പില് ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റിയില് കസിൻസിനെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളായിരുന്നു. ഈ ഡൈനാസ്റ്റിയില് കുറച്ച് തലമുറകൾ പിന്നിട്ടപ്പോൾ കിങ് ചാൾസ് രണ്ടാമൻ ജനിച്ചത് തന്നെ ഒരുപാട് ഡിഫോമിറ്റീസ് ആയിട്ടാണ്. റിക്കറ്റ്സ്, അപസ്മാരം ഇതൊക്കെ കാരണം 35ാമത്തെ വയസ്സിൽ തന്നെ ഇദ്ദേഹം മരിച്ചുപോയി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈജിപ്തിലെ തുത്തൻഖാമൂനും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ 20 വയസ്സ് എത്തുന്നേക്കാട്ടും മുന്നേ തന്നെ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. റെസസീവ് ആയിട്ടുള്ള ജീനുകള് അല്ലെങ്കിൽ പ്രകൃതിയാൽ മാറ്റപ്പെടാൻ സാധ്യതയുള്ള ജീനുകളൊന്നും മാറിപ്പോകാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. പ്യോർ ബ്രീഡിങ് കാരണം പ്രശ്നത്തിലായവര് പഗ് മാത്രമല്ല, എക്സ്റ്റേണൽ അപ്പിയറൻസിന് വേണ്ടി മാത്രം ബ്രീഡ് ചെയ്യുന്നത് കൊണ്ട് പല പ്യോർ ബ്രീഡ്സിനും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ലാബ്രഡോർസ് ആണെങ്കിൽ ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിനെയും ഡാഷൻസ് ആണെങ്കിൽ IVDD ഈ അസുഖത്തിനൊക്കെ പ്രോൺ ആവാനുള്ള കാരണം ഇതാണ്. പക്ഷെ പഗ്സിന്റെ കാര്യത്തില് ഇത് വളരെ എക്സ്ട്രീം ആണെന്ന് മാത്രം. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പഗിനെ വെച്ച് ഇന്നത്തെ പഗിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. മൂക്കിന്റെ ഭാഗം വളരെ ചെറുതായി, ശരീരം വീണ്ടും കുഞ്ഞതായി, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. പിൽക്കാലത്ത് ഇവരുടെ മൂക്ക് വളരെ അമർന്നു പോയപ്പോൾ ഇവർക്ക് ശ്വാസം എടുക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി. ഒരു പഗിന്റെ ശ്വാസം എടുക്കുന്നതിന്റെ നോർമൽ ശബ്ദമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശ്വാസം മുട്ടലൊക്കെ വരുന്ന സമയത്ത് വീസ് ചെയ്യുന്ന മാതിരിയാണ് പഗ്സ് നോർമലായിട്ട് തന്നെ ബ്രീത് ചെയ്യുന്നത്. ഇത് ശരിക്കും പഗ്സിന് മാത്രമല്ല, മുഖം ഇങ്ങനെ അമർന്നിരിക്കുന്ന എല്ലാ ബ്രീഡുകൾക്കും സിമിലർ ആണ്. ബ്രാക്കിസെഫാലിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ സിൻഡ്രോം എന്നാണ് ഇതിന് പറയാറ്. ബ്രാക്കിസെഫാലിക് എന്ന വേർഡിന് അർത്ഥം തന്നെ നീളവും വീതിയും ഒരേപോലെയുള്ള തലയോട്ടിയുള്ളവർ എന്നാണ്. പക്ഷേ ഈ എയർവേ സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസ് മറ്റ് ബ്രീഡുകളെക്കാട്ടും 54 തവണ പഗ്സിൽ കൂടുതലാണ്. കണ്ണിന്റെ വലുപ്പത്തിനനുസരിച്ച് ആഴമുള്ള കുഴികളിലെല്ലാം അവർ ഇരിക്കുന്നത് കൊണ്ട് കണ്ണിന് മുറിവേൽക്കാനുള്ള ചാൻസും പഗ്സിൽ കൂടുതലാണ്. കണ്ണിൽ മുറിവേൽക്കുക മാത്രമല്ല, ചെറിയൊരു ആക്സിഡന്റിൽ പോലും കണ്ണ് പ്രൊലാപ്സ് ആവാൻ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കോർണിയൽ അൾസേഴ്സ് അല്ലെങ്കിൽ ഐബോൾ പ്രൊലാപ്സിനൊക്കെ മറ്റു ബ്രീഡുകളെക്കാട്ടും 13 തവണ സാധ്യത കൂടുതലാണ്. പലപ്പോഴും ക്യൂട്ടായി തോന്നുന്ന ചുളിവുകളേറെയുള്ള അവരുടെ സ്കിന്ന് മോയ്സ്ചർ, ബാക്ടീരിയ ഇതൊക്കെ ട്രാപ്പ് ചെയ്യാനും അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസസ് ഇവർക്കൊരു സ്ഥിരം കാര്യമാവാനും സാധ്യതയും കൂടുതലാണ്. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഇവരെ എക്സസൈസ് ഇൻടോളറൻ്റ് ആക്കുന്നുണ്ട്. അതായത് ചെറിയ ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും വളരെയധികം കിതയ്ക്കാനും ഒരു മേജർ എക്സസൈസ് റൂട്ടീനൊന്നും ഇവർക്ക് പോസിബിൾ അല്ലാത്ത രീതിയിലും ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒബീസിറ്റി, ഹാർട്ട് പ്രോബ്ലംസ്, ഡയബറ്റീസ് ഇതൊക്കെ ഈ ബ്രീഡിൽ കൂടുതലാണ്.
ഇനി ചുരുണ്ടിരിക്കുന്ന ഇവരുടെ വാല ഈ ബ്രീഡിന്റെ ഒരു പ്രധാന ലക്ഷണമാണെങ്കിലും അതൊരു സ്കെലറ്റൽ ഡിഫോമിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്പൈനൽ ഡിഫോമിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഈ കാരണങ്ങളൊക്കെ തന്നെ ഇവരുടെ ലൈഫ് സ്പാനിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. പേട്ട പോലത്തെ സംഘടനകളൊക്കെ പഗ് പോലെയുള്ള ബ്രാക്കിസെഫാലിക് ബ്രീഡ്സിന് വാങ്ങുന്നതിന് പകരം അഡോപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ബ്രീഡിന്റെ പബ്ലിസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ്, ഹോർഡിങ്സ് എന്നിൽ നിന്നൊക്കെ പഗ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവർ വാദിച്ചിരുന്നത്. ഒരു പരിധി വരെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്നൗട്ടിന്റെ ഭാഗം, അതായത് മൂക്കിന്റെ ഭാഗത്തിന് നീളം കൂടിയ പഗ്സിനെ വെച്ച് അപ്പിയറൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബ്രീഡ് ചെയ്ത് വരുന്ന ഒരു പുതിയ ഗ്രൂപ്പും ഉണ്ട്. റിട്രോ പഗ്സ് എന്നാണ് ഇവരെന്നെ വിളിക്കുന്നത്. പഴയ പഗിന്റെ അപ്പിയറൻസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു എളിയ ശ്രമമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. സോ പറഞ്ഞു വരുന്നത് പഗ്സ് ഒരു വേഴ്സ് ബ്രീഡ് ആയത് അവരുടെ കാരണം കൊണ്ടല്ല, നമ്മുടെ അൺഎത്തിക്കൽ ആയിട്ടുള്ള ബ്രീഡിങ് കാരണമാണ്. സോ നിങ്ങൾക്ക് പഗ് എന്ന ബ്രീഡിനെ അത്രയും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വാങ്ങിക്കാൻ നിൽക്കാതെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അഡോപ്റ്റ് ചെയ്യാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് പഗ്സ് തന്നെ വേണമെന്നാണെങ്കിൽ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സിന് മുൻതൂക്കം കൊടുക്കാതെ ഹെൽത്ത് ക്യാരക്ടറിസ്റ്റിക്സിന് മുൻതൂക്കം കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. പഗ് ഓണേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുക. പഗ്സിനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ സഹായകമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.